2016 2021 തിരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിലെത്താൻ കഴിയാത്ത തരത്തിലേക്ക് തോറ്റു തുന്നം പാടി അടിവേര് ജീർണിക്കുന്ന തരത്തിലേക്ക് നിന്ന കോൺഗ്രസിന് ഊർജം പകരുവാൻ നേതൃത്വത്തെ മാറ്റുന്നു. നേതൃസ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശനും KPCCയുടെ അധ്യക്ഷനായി സാക്ഷാൽ കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരനും എത്തുന്നു. കണ്ണൂർ എന്ന വിപ്ലവ ഭൂമിയിൽ കോൺഗ്രസിന്റെ വൻമരമായി മാറുവാൻ ശേഷിയുള്ള കെ സുധാകരൻ KPCCയുടെ അമരത്തെത്തുന്നതോടുകൂടി അർത്ഥകേട സ്വഭാവത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച് ചിട്ടയാർന്ന രീതിയിൽ കോൺഗ്രസിന് കരുത്തു പകരുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്ത് KC വേണുഗോപാൽ അടക്കമുള്ള ദേശീയ നേതൃത്വങ്ങൾ കെ സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കുന്നു. അവിടെ നിങ്ങോട്ട് കുറച്ചുനാൾ ആർജവത്തോടുകൂടി കോൺഗ്രസ് മുൻപോട്ട് പോകുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ വി.ഡി. സതീശൻ മാത്രം മുൻനിരയിൽ നിന്ന് പടപൊരുതുന്ന തരത്തിലേക്ക് കോൺഗ്രസിൽ ഒരു മങ്ങലുണ്ടാകുന്നു. കെ സുധാകരൻ എവിടേക്കോ പിന്നിലേക്ക് മറയുന്നത് പോലെ വാർത്തകളിൽ വ്യക്തമാകുന്നു. പല വിഷയങ്ങളിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ കെ സുധാകരൻ സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുക്കുന്നു. ലീഗിനെതിരെ നടത്തിയ പട്ടിപ്പരാമർശമടക്കം ഏറ്റവും ഒടുവിൽ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് സംഘപരിവാർ നിയമനവുമായി ബന്ധപ്പെട്ട് RSS BJP എന്ന സംഘടനകൾക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതും കെ സുധാകരന് വലിയ തിരിച്ചടിയാകുന്നു. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന് ഒരു വിഭാഗം ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. കെ സുധാകരൻ കഴിഞ്ഞാൽ ആ പദവി അലങ്കരിക്കുവാൻ കോൺഗ്രസിൽ ഇനി ആരുണ്ട് എന്നൊരു ചോദ്യം നിലനിൽക്കവെയാണ് അവിടെ ഞാൻ അതിന് യോഗ്യനാണ് എന്ന അറിയിപ്പുമായി കാസർഗോഡിന്റെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻപിലേക്ക് വരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കേരളത്തിലെ പ്രശസ്തമായ ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട നവമാധ്യമങ്ങളിൽ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: KPCC പ്രസിഡന്റ് ആകാൻ തനിക്ക് അയോഗ്യതയില്ലെന്ന് കാസർഗോഡ് MPയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. കണ്ണൂരിലെ കെ സുധാകരനെ പോലെ ആർജവത്തോടുകൂടി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ നേതാവാണ് താൻ എന്ന തരത്തിൽ നിരവധി പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ നിരത്തിയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിനൊരു കാലം കിട്ടാക്കനയായി നിന്നിരുന്ന കാസർഗോഡ് തിരിച്ചുപിടിച്ച് കോൺഗ്രസിന്റെ കോട്ട പണിയുവാൻ അടിത്തറ പാകിയ രാജ്മോഹൻ ഉണ്ണിത്താൻ താൻ KPCCയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ യോഗ്യനാണെന്നും തനിക്ക് അത്തരത്തിൽ ഒരു അയോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ അധികാരത്തിലേക്ക് വരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ താൻ അയോഗ്യനല്ലെന്നും എന്നാൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. അതായത് തണുത്ത ഒരു മുന്നറിയിപ്പ് കോൺഗ്രസിന് നൽകുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. താൻ യുദ്ധത്തിനൊന്നുമില്ല, പക്ഷേ കെ സുധാകരൻ ഇരിക്കുന്ന പദവി അലങ്കരിക്കുവാൻ നിലവിൽ കോൺഗ്രസിൽ ശക്തനായ അയോഗ്യനല്ലാത്ത ഒരു വ്യക്തിയാണ് താനെന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും സ്ഥാനങ്ങൾ ഏൽപ്പിച്ചാൽ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നും തന്നില്ലെങ്കിൽ യാതൊരു പരാതിയും താൻ പറയില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. തന്നെ യുക്തമായ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നത് കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന താൻ കൃത്യമായ സ്ഥാനം ലഭിക്കേണ്ട ഒരു വ്യക്തിയാണ്. ആ സ്ഥാനം തനിക്ക് നൽകേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം. അത് കോൺഗ്രസ് നേതൃത്വം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ശേഷം എടുത്തു പറയുന്ന ചില വാക്കുകളുണ്ട്. എന്റെ പ്രവർത്തന മികവിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ തരാൻ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടി ഏത് സ്ഥാനങ്ങൾ തന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കും. തന്നില്ലെങ്കിൽ ഒരു പരാതിയും പറയില്ല. കോൺഗ്രസിനകത്ത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ അയോഗ്യനാണ് താനെന്ന ചിന്ത എനിക്കില്ല. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ആ പ്രശസ്ത മാധ്യമത്തിനോട് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് അദ്ദേഹം തന്റെ യോഗ്യതയെ പറ്റി കൃത്യമാക്കുന്ന ചില വാക്കുകളുണ്ട്. അതിങ്ങനെയാണ്: 1968 മുതൽ 55 വർഷക്കാലം എന്നോളം പാരമ്പര്യവും പ്രവർത്തന മികവുമുള്ള ആളുകൾ എത്രയാണെന്ന് പരിശോധിച്ചാൽ അതിൽ പ്രസിഡന്റ് ആകാൻ ഞാനും യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ പ്രാധാന്യത്തെ പറ്റി, തനിക്ക് KPCC അധ്യക്ഷ സ്ഥാനം നൽകുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ മാധ്യമങ്ങളെ ധരിപ്പിച്ചത്. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ കെ സുധാകരന്റെ പദവിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി കാണേണ്ടത് കനകോലുവിന്റെ റിപ്പോർട്ടിനെ തന്നെയാണ്. 2024 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളും നേടിയെടുക്കുവാൻ കനകോലുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കേരളത്തിൽ നടത്തുവാൻ പോകുന്ന പടപ്പുറപ്പാടിൽ നിലവിലത്തെ MPമാരിൽ ഒഴിവാക്കേണ്ട 3 MPമാരിൽ പ്രധാനമായി പറഞ്ഞത് കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താനാണ്.
അതിനെതിരെ ചില വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് വലിയ എതിർപ്പുകളൊന്നും അദ്ദേഹം ഉയർത്തിയില്ല. പക്ഷെ നിലവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അടുത്ത തവണ കാസർഗോഡ് നിന്ന് മത്സരിക്കുവാൻ അവസരം കൊടുക്കില്ലേ എന്ന ഒരു ആശങ്കയുടെ പുറത്താണോ ഇത്തരത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം തനിക്ക് നൽകണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോവുകയാണ്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ കെ സുധാകരന് പകരക്കാരൻ ആരാണ് എന്ന ചോദ്യത്തിന് ഞാനുണ്ട് എന്ന വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP.